നിനക്ക് ഇത്ര വിഷമം തോന്നുന്ന കാര്യം എന്താണ്? നമ്മള് പണ്ട് കാലം തുടങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിള്, അതിനോട് ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക്. എന്നാലും അതൊരു ആക്രിക്കാരൻ കൊണ്ടുപോകണം കാണുമ്പോഴല്ല സഹിക്കാൻ പറ്റുള്ളത്. അതെന്താ സഹിക്കാൻ പറ്റാത്തത്? നമ്മൾ ഇത്ര നാള് ചവിട്ടിയ സൈക്കിളല്ലേ. ഫേക്ക് കല്യാണമൊക്കെ ആയിരിക്കോട്ടെ, നീ വെറുതെ പോയി തല വെക്കല്ലേ മോളെ. ഒരു ഫേക്ക് വലിയ ഇപ്പൊ ഞാൻ സമ്മതിച്ചാലും അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണ്ട. അച്ഛന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേടാ. പിന്നെ അച്ഛന്റെ സ്റ്റാറ്റസ്, നിന്റെ അച്ഛന്റെ സ്റ്റാറ്റസ് ഒക്കെ ഡെയിലി ഞാൻ നോക്കണാണ്. പുള്ളി എന്റെ ഇതേവരെ ഇൻസ്റ്റയില വാട്സപ്പിലോ ഒരു സ്റ്റാറ്റസ് പോലും നോക്കിയിട്ടില്ല. പുള്ളി സെൽഫിഷാണ്. പുള്ളിയുടെ നോക്കും, നമ്മളെ നോക്കൂല. വാട്സപ്പിലും ഇൻസ്റ്റയിലും വന്ന സ്റ്റാറ്റസ് അല്ല, എന്റെ അച്ഛന്റെ അന്തസ് നോക്കണ്ടേന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ പപ്പട അന്തസ് നോക്കിയിട്ടാണ് ഞാൻ നിന്നെ കെട്ടാനായിട്ട് വന്നേക്കണത്. നിന്റെ പപ്പട അന്തസ്, സതീശന്റെ അന്തസ്. എടാ, അപ്പുറത്തെ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് അവിടുത്തെ ചേട്ടൻ നീർക്കിൽ വെച്ച് കണ്ണിട്ട് കുത്തിയില്ലേ നിന്റെ അച്ഛന്റെ? അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരെല്ലാം കൂടെ കെട്ടിയിട്ട് കൈയും കാലും